വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്റെ ഗ്രഹിക്കാനും സംഗ്രഹിക്കാനും ഉള്ള കഴിവാണ് സമൂഹത്തെയും ദേശത്തെയും മുന്നോട്ട് നയിക്കുന്നത്. അറിവും അന്വേഷണവും അപഗ്രഥനവും ശാസ്ത്രശാഖകൾക്ക് വഴിയൊരുക്കുകയും ശാസ്ത്രത്തിന്റെ വളർച്ച മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് വളമാവുകയും ചെയ്തു. വളർച്ചയ്ക്കും വികാസത്തിനുമായുള്ള കണ്ടെത്തലുകളിലൂടെയും ഒപ്പം ശാസ്ത്രത്തിന്റെ വൈരുദ്ധ്യങ്ങളിലൂടെയും വൈപരീത്യങ്ങളിലൂടെയും ലോകം കടന്നുപോയിട്ടുണ്ട്. എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യന്റെ മുന്നിലെ വെല്ലുവിളികളെ നേരിടുവാൻ അവൻ തേടിയ മാർഗങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. അകലവും അവസ്ഥകളും മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളുടെ നന്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. എന്നും എവിടെയും മനുഷ്യൻ പുതിയ കണ്ടെത്തലുകൾക്ക് ശ്രമിക്കുകയാണ്. കണ്ടെത്തലുകളുടെ ലോകത്തെ ഒരു അന്വേഷകനെ നാം ഇവിടെ പരിചയപ്പെടുന്നു. ഡോക്ടർ ഷാജി വി കുടിയാട്ട് ഡൈനാമിക് സയൻസ് എന്ന തന്റെ ഗവേഷണ പരിചയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച മലയാളിയായ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ വഴികളിലേക്ക്, വിവരണങ്ങളിലേക്ക്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ രോഗത്തെയും രോഗകാരണങ്ങളെയും കുറിച്ച് നടത്തിയ അന്വേഷണങ്ങൾ ഇന്നത്തെ ശാസ്ത്രത്തിന് രോഗത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ശരിയായ ധാരണകൾ ഇല്ല എന്നുള്ള സത്യാവസ്ഥയിലോട്ട് എൻ്റെ ശ്രദ്ധ പതിക്കുവാനിടയായി. ആ കണ്ടെത്തലുകൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ശാസ്ത്രത്തിന് രോഗത്തിൻ്റെ യഥാർത്ഥ ഹേതുക്കളെക്കുറിച്ച് അറിയാൻ സാധിക്കാത്തത് എന്ന അന്വേഷണത്തിലോട്ടും അതിലൂടെ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ദൗർബല്യങ്ങളും ബലഹീനതകളും ലിമിറ്റേഷനുകളും കണ്ടെത്താനുള്ള ശ്രമങ്ങളും കണ്ടെത്തലുകളും നടന്നു. ഈ കണ്ടെത്തലുകൾ ഈ ഇന്നത്തെ ശാസ്ത്രത്തെ എങ്ങനെ ഈ ദൗർബല്യങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും ലിമിറ്റേഷനുകളിൽ നിന്നും അതിജീവിപ്പിച്ച് പരിപൂർണതയിലെത്തിക്കാമെന്നുള്ള തുടരന്വേഷണങ്ങളും തുടർന്നു വന്നു. അതിൻ്റെ ഫലമായി ഇന്നത്തെ ശാസ്ത്രത്തെ പരിപൂർണതയിലെത്തിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന വസ്തുതകളെ, സംഭവങ്ങളെ, അതിൻ്റെ കാരണങ്ങളെ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അതിന് സാധ്യമാകുന്ന ഒരു ശാസ്ത്രമായാണ് ഡൈനാമിക് സയൻസ് ഉദയം പ്രാപിക്കുന്നത്. എന്താണ് ഡൈനാമിക് സയൻസിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, നമുക്ക് രോഗങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ അതെങ്ങനെ പ്രതിരോധിക്കണമെന്നും എങ്ങനെ ചികിത്സിക്കണമെന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് ഡൈനാമിക് സയൻസിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധിയും ആവശ്യകതയും. ഇന്ന് ഡൈനാമിക് സയൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ക്യാൻസർ പ്രതിരോധത്തിനും ക്യാൻസർ ചികിത്സയിലുമാണ്. ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ഹോമിയോപ്പതിയോടുള്ള സമീപനമാണ് ഷാജി വി കുടിയാട്ടിനെ ശാസ്ത്രലോകത്തെത്തിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നിന്നും ഹോമിയോപ്പതി ചികിത്സയിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ അദ്ദേഹം തുടർന്ന് സേലം വിനായക മിഷൻസ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നിന്നും ഹോമിയോപ്പതിയിൽ MD-യും കരസ്ഥമാക്കി. പിന്നീട് 10 വർഷത്തോളം ആതുര സേവന രംഗത്ത് ചികിത്സകനായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് ഡോക്ടർ ഷാജി ഗവേഷണത്തിലേക്ക് തിരിയുന്നത്. ശാസ്ത്രം ഭൗതികതയിൽ അധിഷ്ഠിതമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഷാജി തന്റെ ഗവേഷണങ്ങളെ ഹോമിയോപ്പതിയുമായി ബന്ധപ്പെടുത്തി മുന്നേറി. ആ ഹോമിയോപ്പതിയുടെ ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് ഞാൻ രോഗത്തെയും രോഗകാരണങ്ങളെയും കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഡൈനാമിക് സയൻസ് എന്ന പുതിയ ശാസ്ത്രത്തെ ഉത്ഭവം ചെയ്യുന്നതിന് അനുഗ്രഹമായി തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം, ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ എല്ലാ അന്വേഷണങ്ങളും ഭൗതികതയിൽ മാത്രം ലിമിറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അപ്പം മനസ്സ്, ജീവശക്തി തുടങ്ങിയ ഊർജ്ജതലത്തിലുള്ള എൻറ്റൈറ്റീസിനെ ശാസ്ത്രീയമായിട്ട് ഉൾക്കൊള്ളാൻ ഇന്നത്തെ ശാസ്ത്രത്തിന് സാധിക്കുന്നില്ല. ശാസ്ത്രത്തിൻ്റെ അന്വേഷണങ്ങൾ ഊർജ്ജതലത്തിലുള്ള എൻറ്റൈറ്റീസിൻ്റെ കൂടി ഉൾപ്പെടുത്തിയുള്ള തലങ്ങളിലോട്ട് വ്യാപിക്കുന്നില്ല. അതുതന്നെയാണ് ഒട്ടുമിക്ക രോഗങ്ങളുടെയും യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രലോകം അജ്ഞതയിലിരിക്കുന്നതിൻ്റെയും കാരണം. അവിടെയാണ്
ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള ചികിത്സയുടെ ശാസ്ത്രീയത ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെയും പിന്നാമ്പുറം. അപ്പോൾ ഹോമിയോപ്പതിയും ഡൈനാമിക് സയൻസുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, ഹോമിയോപ്പതിയുടെ കൂടി ശാസ്ത്രീയത മനുഷ്യർക്കും ശാസ്ത്രലോകത്തിനും മനസ്സിലാക്കി തരുന്ന, ഹോമിയോപ്പതിയിൽ എന്താണ് അസുഖത്തെ മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഹോമിയോ മരുന്നുകൾ അസുഖങ്ങളെ മാറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെ ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ശാസ്ത്രം കൂടിയാണ് ഡൈനാമിക് സയൻസ്. എന്ത്, എങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിക്കലിൽ നിന്നാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും ഉദ്ഭവം. ഡൈനാമിക് സയൻസിന്റെ ഉദ്ഭവവും ഇത്തരത്തിൽ തന്നെയാണ് ഉണ്ടായത്. ചികിത്സാ രംഗത്ത് വെല്ലുവിളിയാകുന്ന ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവുമാണ് ഡൈനാമിക് സയൻസിലേക്ക് ഡോക്ടർ ഷാജിയെ നയിച്ചത്. ഇനി എങ്ങനെയാണ് ഡൈനാമിക് സയൻസ് എന്ന ശാസ്ത്രം ഉത്ഭവിച്ചത്? എങ്ങനെയാണ് ആ ഉത്ഭവത്തിന് കാരണമായി തീർന്നത്? എങ്ങനെയാണ് ശാസ്ത്രം മുന്നോട്ടു പോകുന്നത്? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയും ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചുമാണ് ശാസ്ത്ര പുരോഗതി ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെയാണ് ഡൈനാമിക് സയൻസിൻ്റെയും ഉത്ഭവം നടന്നത്. ക്യാൻസർ എന്ന രോഗത്തെ ഇൻഡക്റ്റീവ് ലോജിക് ഉപയോഗിച്ച് അനലൈസ് ചെയ്തപ്പോഴാണ് ഡൈനാമിക് സയൻസിൻ്റെ അന്തരംഗങ്ങളിലോട്ട് കടന്നു ചെല്ലാൻ സാധിച്ചത്. ആ പ്രോസസ്, ആ ലോജിക്കൽ അനാലിസിസ് അങ്ങനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ക്യാൻസർ? കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനമാണ് ക്യാൻസർ. ആരാണ് ഈ കോശങ്ങളുടെ വിഭജനത്തെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്? നമ്മുടെ കോശങ്ങളുടെ ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമുകളിൽ അടങ്ങിയിരിക്കുന്ന ജനിതക നിർദ്ദേശങ്ങളാണ് നമ്മുടെ കോശങ്ങളുടെ വിഭജനത്തെ നിയന്ത്രിക്കുന്നത്. അടുത്ത ചോദ്യം, ഈ ക്രോമസോമുകളാണ് കോശങ്ങളുടെ വിഭജനത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ എന്താണ് ഈ ക്രോമസോമുകൾ? ക്രോമസോമുകൾ ജീൻസ് ചേർന്നും DNA ചേർന്നും ഉണ്ടായിരിക്കുന്നതാണ്. DNA എന്നത് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ്. മനുഷ്യരിലെ ജനിതക നിർദ്ദേശങ്ങൾ അടിസ്ഥാനപരമായി ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് DNAയിലാണ്. ഡീഓക്സി റൈബോസും ഫോസ്ഫോറിക് ആസിഡും അഡ്നിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നീ 4 ന്യൂക്ലിക് ആസിഡുകളും ചേർന്നതാണ് DNA. ഒരു ന്യൂക്ലിക് ആസിഡും ഡീഓക്സി റൈബോസ് മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും ചേർന്ന ന്യൂക്ലിയോടൈഡ് ആണ് ഇതിലേറ്റവും അടിസ്ഥാന ഘടകം. ഇങ്ങനെ 4 ന്യൂക്ലിയോടൈഡുകൾ ഒരു പ്രത്യേക സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെടുമ്പോൾ ആ ഓർഡറാണ് നമ്മുടെ ജനിതക ഘടകങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അറിവ്. അവിടം വരെ എത്തി നിൽക്കുന്ന ഈ ശാസ്ത്രത്തെ അതിനപ്പുറത്തോട്ട് നയിക്കുന്നതാണ് ഡൈനാമിക് സയൻസ്. അതിനപ്പുറത്തോട്ട് നയിക്കാനായിട്ട് നമ്മൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം, ഈ 4 ന്യൂക്ലിയോടൈഡ്സിന്റെ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ജനിതക നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതെങ്കിൽ ഈ 4 ന്യൂക്ലിയോടൈഡ്സിന്റെ സീക്വൻഷ്യൽ ഓർഡർ ആര് തീരുമാനിക്കുമെന്നുള്ളതാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഡൈനാമിക് സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പോത്തിസിസ്. മനുഷ്യനിലെ ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ജീവശക്തി എന്ന ഊർജത്തിന്റെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡിന് ആനുപാതികമായിട്ടാണ് DNAയിലെ ന്യൂക്ലിയോടൈഡ്സിന്റെ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ്. ഈ തത്വം വിവരിക്കാനായി ആദ്യം ഒരു ജീവനുള്ള ശരീരവും മൃതശരീരവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. മരണത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. മരണത്തിന് മുൻപ്, മരിക്കുമ്പോൾ, മരണത്തിന് ശേഷം. മരിക്കുന്ന സമയത്ത് ജീവനുള്ള ശരീരത്തെ മൃതശരീരമാക്കി മാറ്റുന്ന സാഹചര്യം ഡോക്ടർ ഇവിടെ വിവരിക്കുന്നു. മൃതശരീരവും ജീവനുള്ള ശരീരവും തമ്മിൽ ഭൗതിക തലത്തിൽ പരിശോധിച്ചാൽ യാതൊരു വ്യതിയാനങ്ങളും കാണാൻ പറ്റുന്നില്ല. ജീവനുള്ള ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവയവങ്ങളും എല്ലാ ഫങ്ഷണൽ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ മൃതശരീരത്തിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റും. പക്ഷേ മരിക്കുന്ന സമയത്ത് എന്തോ സംഭവിച്ചു. ആ സംഭവിച്ചത് ജീവനുള്ള ശരീരത്തെ മൃതശരീരമാക്കി മാറ്റി. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ECGയുടെയും EEGയുടെയും സഹായം തേടുകയാണ്. ECG എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഫംഗ്ഷനെ പഠിക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോ കാർഡിയോഗ്രാം.
EEG എന്നാൽ ഇലക്ട്രോ എൻകഫലോഗ്രാം, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ പഠിക്കുവാൻ സഹായിക്കുന്ന EEG. EEGയും ECGയും ജീവനുള്ള ശരീരത്തിലും മൃതശരീരത്തിലും എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും, ജീവനുള്ള ശരീരത്തിൽ EEGയും ECGയും പോസിറ്റീവാണ്, മൃതശരീരത്തിൽ EEGയും ECGയും നെഗറ്റീവാണ്. ഇത് ഒരു പ്രത്യേക കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ജീവനുള്ള ശരീരത്തിൽ ഊർജമുണ്ട്, മൃതശരീരത്തിൽ ഊർജമില്ല. എന്താണ് ഈ ഊർജം? ഊർജം വേവ്സ് ആയിട്ട് അല്ലെങ്കിൽ വൈബ്രേഷൻ ആയിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്, ഇന്നത്തെ ശാസ്ത്രം പറയുന്നത്. ഏത് അവസ്ഥയിൽ ഊർജമിരുന്നാലും ഒരു ഊർജത്തെ മറ്റൊരു ഊർജത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന 3 ഡിറ്റർമിനൻസ് ഉണ്ട്. അത് ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡാണ്. ഓരോ ടെലിവിഷൻ സ്റ്റേഷൻസും റേഡിയോ സ്റ്റേഷൻസും ഓരോ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അവരുടെ പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആ ഫ്രീക്വൻസി ട്യൂൺ ചെയ്തെടുത്ത് ആ ചാനലിൽ എത്തിപ്പെടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിൽ ജീവൻ എന്നുള്ള പ്രതിഭാസം ഉടലെടുപ്പിച്ച് നിലനിർത്തി ജീവിപ്പിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ശരീരത്തിൽ ഉള്ള ഊർജത്തിനും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ആംപ്ലിറ്റ്യൂഡും ഉണ്ട്. ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഡൈനാമിക് സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പോത്തസിസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ഹൈപ്പോത്തസിസ് നമ്മുടെ ജീവശക്തിയും DNA-യുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുത്തരുന്നത്. ആ ബന്ധപ്പെടൽ ഇങ്ങനെയാണ്. ഡൈനാമിക് സയൻസിന്റെ പുതിയ ഹൈപ്പോത്തസിസിന്റെ അടിസ്ഥാനത്തിൽ ജീവനെന്ന ഊർജത്തിന്റെ ഫ്രീക്വൻസിക്കും വേവ് ലെങ്ത്തിനും ആംപ്ലിറ്റ്യൂഡിനും വ്യതിയാനം വരുന്നതനുസരിച്ച് DNA-യിലെ ന്യൂക്ലിയോടൈഡ്സിന്റെ സീക്വൻഷ്യൽ ഓർഡറിൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് വ്യത്യാസങ്ങൾ വരുന്നു. അടുത്ത ചോദ്യം, ജീവനെന്ന ഊർജത്തിന്റെ ഫ്രീക്വൻസിക്കും വേവ് ലെങ്ത്തിനും ആംപ്ലിറ്റ്യൂഡിനും എങ്ങനെ വ്യതിയാനം വരാമെന്നുള്ളതാണ്. അതിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് മറ്റൊരു ഊർജ്ജതലത്തിലുള്ള എൻറ്റൈറ്റിയെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിൽ ചിന്തകൾക്ക് ഉത്ഭവം നൽകുന്ന മനസ്സാണ്. മനസ്സിൽ ഉടലെടുക്കുന്ന ചിന്തകളെല്ലാം ഊർജ്ജതലത്തിൽ ആവൃത്തിയും തരംഗദൈർഘ്യവും ഉള്ള ഊർജ്ജമാണെന്ന് ഡോക്ടർ പ്രസ്താവിക്കുന്നു. ഇതനുസരിച്ച് ഒരു മനുഷ്യ ശരീരത്തിൽ ജീവാവസ്ഥയിൽ 2 ഊർജ്ജതലങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട്. ജീവശക്തിയും മനസ്സിലെ ചിന്തകളാവുന്ന ഊർജ്ജവും. ഒരു വ്യക്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ ആളിൽ 2 ഊർജ്ജതലങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ആ ആളിൽ ജീവൻ എന്നുള്ള പ്രതിഭാസം ഉടലെടുപ്പിച്ച് ജീവിപ്പിക്കുന്ന ജീവശക്തിയും 2, ആ ആളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഓരോ ചിന്തകളുമാണ്. ഒരേ സമയം 2 ഊർജ്ജതലങ്ങൾ ഒരേ മീഡിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ ഫിസിക്സിൽ തത്വങ്ങൾ ഓൾറെഡി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മനസ്സ് എങ്ങനെ ജീവശക്തിയെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വാധീനം വരുന്നത് തിയറി ഓഫ് റെസൊണേഷൻ ആൻഡ് തിയറി ഓഫ് ഇന്റർഫറൻസ് അല്ലെങ്കിൽ സൂപ്പർപൊസിഷൻ വഴി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തിയറി ഓഫ് റെസൊണേഷനും തിയറി ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സും ഫിസിക്സ് ലാബിലെ ട്യൂണിംഗ് ഫോർക്കും സോണോമീറ്ററും ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിച്ച ശേഷം സ്ട്രിംഗ് ഒരു പ്രത്യേക അകലത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന സോണോമീറ്ററിൽ വെച്ചാൽ സ്ട്രിംഗ് റെസൊണേഷനിലൂടെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇപ്രകാരം 2 ഊർജ്ജ തരംഗങ്ങൾ ഒരേ മാധ്യമത്തിൽ ഒരേ സമയം സ്ഥിതി ചെയ്യുമ്പോൾ പുതിയൊരു ഊർജ്ജ തരംഗം സൃഷ്ടിക്കപ്പെടുന്നു. മനസ്സ് ജീവശക്തിയെ സ്വാധീനിക്കുന്നതിനുള്ള തെളിവിനായി ഒരു ഭൗതിക പരീക്ഷണം എന്ന നിലയിലാണ് ഈ പരീക്ഷണത്തെ ഡോക്ടർ പരിചയപ്പെടുത്തുന്നത്. മനസ്സും ജീവശക്തിയും തമ്മിലുള്ള ഈ ബന്ധം അംഗീകരിച്ചാൽ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവ് ആയ ശുഭചിന്തകൾ DNA-യുടെ ഘടനയെയും ജീവശക്തിയെയും ആരോഗ്യകരമായ രീതിയിൽ സ്വാധീനിക്കും എന്നും ഇതിനെ ഒരു DNA വ്യതിയാനം സൃഷ്ടിക്കലായി കാണുകയും ചെയ്യാവുന്നതാണ്. അതേ പ്രകാരം തന്നെ മനസ്സിലെ ദേഷ്യം, നിരാശ, ശത്രുത തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ ജീവശക്തിയെ പ്രതികൂലമായി അനാരോഗ്യകരമായി ബാധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ മനസ്സിന്റെ നിയന്ത്രണം ജീവശക്തിയെയും DNA-യുടെ ഘടനയെയും സ്വാധീനിക്കുന്നതായി കണ്ടെത്താം. മറ്റെന്തെല്ലാം കാരണങ്ങളാലാണ് DNA-യിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉടലെടുക്കുന്ന ചിന്തകളുടെ സ്വാധീനം മൂലം. 2, നമ്മുടെ ശരീരത്തിന് വെളിയിൽ നിന്ന് വരുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ സ്വാധീനം. എന്തെല്ലാമാണ് ഈ ഊർജ്ജ സ്രോതസ്
സ്രോതസ്സുകൾ. ഇത് മറ്റു മനുഷ്യരുടെ ചിന്തകളാകാം, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി സോഴ്സസ് ലൈക്ക് എക്സ്റേസ്, നമ്മുടെ മൊബൈൽ ഫോണിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസീസ്, അതുപോലെ തന്നെ കോസ്മിക് റേഡിയേഷൻ, നമ്മുടെ ഭൂമിക്ക് വെളിയിൽ നിന്ന് വരുന്ന കോസ്മിക് റേഡിയേഷൻസുമാകാം. ഇതെല്ലാം നമ്മുടെ ജീവശക്തിയുടെ ഫ്രീക്വൻസിയെ റെസൊണേറ്റ് ചെയ്യിപ്പിച്ച് സൂപ്പർപോസ് ചെയ്യിപ്പിച്ച് മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു തലം നമ്മുടെ ഭൗതിക തലത്തിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഈ 3 തലങ്ങളിലൂടെയും നമ്മുടെ DNA-ക്ക് ആൾട്ടറേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ നടക്കും. ക്യാൻസർ രോഗികളിൽ ഡോക്ടർ നടത്തിയ പഠനത്തിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അനുസരിച്ച് ക്യാൻസർ രോഗികളുടെ മനസ്സിൽ രോഗം നിർണയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അനാരോഗ്യകരമായ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിരുന്നതായി അദ്ദേഹം വിവരിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ വ്യാപിക്കുന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച സ്ത്രീകളിൽ നടത്തിയ പഠനമാണ് ഡോക്ടറെ ഇത്തരത്തിലൊരു നിഗമനത്തിലെത്തിച്ചത്. വ്യക്തിപരവും സാമൂഹികവുമായ നെഗറ്റീവ് ചിന്തകൾ ക്യാൻസർ രോഗിയുടെ DNA-യുടെ ഘടനയെ സ്വാധീനിക്കുന്നു എന്നും ഇത് രോഗിയെ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതായും അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള അവസ്ഥ ഡിസ്ട്രക്റ്റീവായിട്ട് നമ്മുടെ ജീവശക്തിയെ രൂപാന്തരപ്പെടുത്തുകയും അതിനാനുപാതികമായിട്ട് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു DNA ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജനിതക ഘടനയുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനിടയായിത്തീരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇന്നത്തെ ശാസ്ത്രത്തിന് ഭൗതിക തലത്തിലുള്ള മാത്രമുള്ള അന്വേഷണങ്ങളിലൂടെ ക്യാൻസറിന്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കുന്നതിനുള്ള കാരണമായി. അതുകൊണ്ട് തന്നെയാണ് ഡൈനാമിക് സയൻസ് എന്ന പുതിയ ശാസ്ത്രം ഊർജ്ജതലത്തിലുള്ള മനസ്സ്, ജീവശക്തി തുടങ്ങിയ ഊർജ്ജതലത്തിലുള്ള എൻറ്റൈറ്റീസിനെയും കൂടെ ഭൗതിക തലത്തിലോട്ട് കൂട്ടിയോജിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ബോധ്യപ്പെടുകയും ആ കൂട്ടിയോജിപ്പിക്കലിലൂടെ ഈ 3 തലങ്ങളിലും ജനിതക മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന സാഹചര്യം ബോധ്യപ്പെടുകയും ആ സാഹചര്യം രോഗകാരണങ്ങൾക്കും അതുപോലെ തന്നെ ആ സാഹചര്യങ്ങളുടെ ഒരു ആരോഗ്യാവസ്ഥയിലേക്കുള്ള മാറ്റത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും കാരണമായി തീർന്നു എന്നുള്ള സത്യം ബോധ്യപ്പെടുകയും ചെയ്തു. ആ സത്യമാണ് ക്യാൻസർ ചികിത്സയ്ക്കും പ്രതിരോധത്തിനുമായിട്ട് ഡൈനാമിക് സയന്റിഫിക് അപ്രോച്ച് എന്ന പുതിയ ചികിത്സാ മാർഗത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നത്. www.drcancer.org എന്ന വെബ്സൈറ്റിലൂടെ ഇന്ന് ലോകത്താർക്കും ഈ മലയാളിയായ ഡോക്ടറുടെ ആശയങ്ങളും നിരീക്ഷണങ്ങളും മനസ്സിലാക്കും. തന്റെ ആശയങ്ങളുമായി സംവദിക്കുന്നവരുടെ പ്രോത്സാഹനവും സഹകരണവുമാണ് പരീക്ഷണങ്ങൾ തുടരുവാൻ തന്നെ സഹായിക്കുന്നതെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് അൺഅവോയ്ഡബിൾ മെഡിക്കൽ റെവല്യൂഷൻ എന്ന പേരിൽ തന്റേതായി ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ള ഡോക്ടറുടെ ഗവേഷണങ്ങൾക്ക് സ്വദേശികളും വിദേശികളുമായ ശാസ്ത്രജ്ഞരുടെ പിന്തുണയും പ്രോത്സാഹനവും ലഭിച്ചത് വലിയ അംഗീകാരമായി എടുത്തു പറയാവുന്നതാണ്. ഡോക്ടർ ഇത്തമാർ റൊമാനോ, പ്രൊഫസർ CV റാവു, പ്രൊഫസർ മീന ഉപാധ്യായ, പ്രൊഫസർ ബ്രൂസ് H. ലിംപ്റ്റൺ എന്നീ ശാസ്ത്ര ഗവേഷകർ അദ്ദേഹത്തിന്റെ പഠനങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. And hope to see your work get widespread attention because this is the most direct way to change the health in the world, to give the health responsibility back to the patient. And I appreciate your work very much. Thank you very much. ഫിലിപ്പൈൻസിൽ ഡോക്ടറും ഗവേഷകനുമായി പ്രവർത്തിക്കുന്ന ഷാജി വി കുടിയാട്ട് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെന്റ് എന്ന ആശയവും മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വിവിധ കൾച്ചറുകളുടെ ഒരു സങ്കലന ഫലമായുണ്ടായ ഗ്ലോബൽ കൺഫ്യൂഷനിലാണ് എന്ന വസ്തുതയും കൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിർത്തുകയാണ്. ഈ ഗ്ലോബൽ കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിന്റെ താളങ്ങൾ തെറ്റിക്കുന്നതിന്, മനസ്സിന്റെ ആ സമാധാനത്തിലുള്ള ജീവിത പ്രക്രിയയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് മൊത്തം അഫക്റ്റഡ് ആയിട്ടുള്ള സങ്കീർണതകളിലോട്ട് നമ്മളെ നയിക്കുകയും അത് ഒത്തിരി രോഗങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും മാനുഷിക സംഘർഷങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും സാമൂഹ്യ പ്രശ്നങ്ങൾക്കും ലോക സംഘർഷണത്തിന് തന്നെ ഇടവരുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനെ പരിഹരിക്കുന്നതിനായിട്ട് പരമ്പരാഗതമായി പഴക്കമുള്ള കൾച്ചറുകളിൽ നിന്നും ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ഗ്ലോബൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾക്കും കൂടി യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെന്റ് നേതൃത്വം കൊടുക്കുകയാണ്. 2009 ജനുവരിയിൽ കോട്ടയത്ത് നടന്ന വേൾഡ് ക്യാൻസർ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുവാനും അതിലൂടെ
തന്റെ പഠന വിഷയങ്ങൾ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. With great pleasure and honor, I declare this first World Cancer Congress 2009 inaugurated. ഗവേഷണവും പഠന ക്ലാസുകളുമായി വിവിധ വേദികൾ പിന്നിടുന്ന ഡോക്ടർ ഷാജിയുടെ ആശയങ്ങളെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഇന്ന് ഒട്ടേറെ പേർ താൽപര്യം കാണിക്കുന്നതിൽ സന്തുഷ്ടിയുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ഈ ആശയങ്ങൾ മനുഷ്യരുമായി പങ്കുവച്ചപ്പോൾ എന്നെ ശ്രവിക്കാൻ സാധിച്ച മുഴുവൻ മനുഷ്യരും ഈ ആശയത്തെ പരമാവധി സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൂടുതൽ ആളുകൾ എത്തിക്കുന്നതിനായിട്ട് വീണ്ടും വീണ്ടും കൂടുതൽ സെമിനാറുകളും ചർച്ചകളും മാധ്യമ സംപ്രേഷണങ്ങളും നടത്താൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഇതിന്റെ കൂടുതൽ വേഗതയിൽ മനുഷ്യരിൽ എത്തിച്ചേരുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നിങ്ങളെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഭൗതിക തലത്തിൽ നിന്ന് ഊർജ്ജ തലത്തിലേക്കുള്ള ഒരു പരിണാമമാണ് ഡോക്ടർ വിഭാവനം ചെയ്യുന്നത്. ഡൈനാമിക് സയൻസ് എന്ന സിദ്ധാന്തം ഭൗതികതയ്ക്കപ്പുറം മനുഷ്യനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഡോക്ടർ തന്റെ കർമ്മമണ്ഡലത്തിൽ മുന്നോട്ടു പോകുന്നു. ഇന്ന് നമ്മൾ രോഗനിർണയത്തിനും മറ്റും ഉപയോഗിക്കുന്ന നോർമൽ വാല്യൂസ്, നോർമൽ ബ്ലഡ് ഷുഗർ, നോർമൽ കൊളസ്ട്രോൾ ലെവൽ, അതുപോലെ തന്നെയുള്ള രോഗനിർണയ ഘടകങ്ങൾ ഊർജ്ജ തലത്തിലുള്ള ഘടകങ്ങളിലായിട്ട് മാറ്റപ്പെടും എന്നുള്ള ഒരു വസ്തുത കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. വരും കാലങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്നത് ബ്ലഡ് ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും ആയിരിക്കത്തില്ല. നമ്മുടെ ജീവശക്തിയുടെ ഫ്രീക്വൻസി എത്രയാണ്, ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കുന്ന ഊർജത്തിന്റെ ഫ്രീക്വൻസിയിൽ വ്യതിയാനം വന്നിട്ടുണ്ടോ എന്നെല്ലാമായിരിക്കും. അങ്ങനെയുള്ള വലിയ മാറ്റത്തിലോട്ട് ശാസ്ത്രത്തെ നയിക്കുന്നതിനും പുതിയൊരു ശാസ്ത്ര യുഗപ്പിറവിക്കായി നമുക്ക് കൂട്ടായി ശ്രമിക്കാം. I am Mimi Hitosis from Biliosipina Subdivision, Santa Cruz, Laguna, Philippines. 4 years ago, I got a small cyst with swelling on the second phalange of my left foot. I didn't bother about it at first because I thought it was just an ordinary cyst. Later, I consulted a doctor in City Hospital. He had it x-rayed. When the doctor saw that the bone was already affected, he referred us to another hospital. One of our neighbors told my sister that they know a good doctor and accompanied us to Jose Rodriguez Memorial Hospital in Novaliches. The surgeon advised for an emergency operation. The final diagnosis in the biopsy result was alveolar rhabdomyosarcoma, a kind of malignant tumor that will easily spread on my body. The surgeon likes my leg to be cut below the knee joint to prevent the spread of the cancer, but my family and I got really depressed. Knowing my future with cancer, we had no other choice than prayers. We went to the Carmelite Monastery and met Sister Felicity. Knowing our deep sorrow, she suggested to us to try homeopathic medicine. She told us that she herself was cured with homeopathic medicine. Immediately, we went to see Dr. Kudiyat. He explained to us about the homeopathic treatment and as a part of the research program. He said not to worry and he will try his best. At the same time, follow all the instructions. He added, try the medicine for 6 months. After a few months of homeopathic treatment, Dr. Kudiyat advised me to see the orthopedic surgeon for further assessment of the improvement or evaluation. I was very strong, no pain, very alive, so we went to see the surgeon. After the examination, the surgeon couldn't believe it. No tumor, no swelling, no pain, no spread of cancer, and no abnormality noticed. Now, after 3 years and 5 months, still no recurrent symptoms whatsoever. I can walk, work, and have a normal life. So I just want to thank Dr. Shaji for having a treatment here in Philippines. And of course, I want to thank Sister Felicity
for being away through Dr. Shaji Kudiyat, and of course, Ate Rose for a great support. And lastly, and the first of all, I want to thank God for letting Dr. Shaji Kudiyat to treat here in the Philippines. Thank you. I am Edith Arenas from Tania Village, Tandangsora, Quezon City. I was 54 years old when on May 9, 1997, I accidentally noticed a small cyst on my right breast. At first, I ignored it until it continued to get bigger and bigger each day. On May 29, my husband and I decided to have it examined by a breast specialist in a hospital where my niece was working as a nurse. After several examinations and laboratory tests, I was told I had a breast cancer which was already in stage 4. I was also told my patients on this stage lives only up to 6 months. I was then scheduled for a start operation on June 10, 1997. In the meantime, I went to several doctors to get the second and third opinions. All concurred with the first. From the insistence of my sister, I went to seek prayers from a Carmelite nun, Sister Mary, Immaculate, who also advised me to seek medical treatment from Dr. Shaji Kudiyat, a homeopathic doctor and a researcher from India. At first, we were hesitant to go and see Dr. Kudiyat because homeopathic medicine was completely strange to us. But finally, my husband and I decided to follow Sister Mary's advice and get cure from whatever source. After examining me and looking over the result of my medical and laboratory tests, Dr. Kudiyat explained that homeopathy is not a miracle treatment, but a process that needs long treatment. If the cyst, he said, is not malignant, it can gradually just disappear after medication. But if it is malignant, the body will reject unwanted or abnormal cells and will burst out. That is the time that it can be operated on. We decided to gamble my life to homeopathic. With the grace of God, instead of going through the conventional medical treatment, and I took my homeopathic medicine seriously. I continued to see Dr. Kudiyat, but still suffered occasional pain on my right breast. After a year, the cyst burst out into an open wound as expected. That was the time Dr. Kudiyat advised me for an operation. He, however, told me not to get a needle biopsy. But after going through the routine and required laboratory tests such as CT scan, bone scan, X-rays, ultrasounds, blood chemistries, etc., the doctors were surprised that all results were normal in spite of the advanced stage of my cancer. No metastasis. In short, my cancer was only confined to my right breast area. So they asked me if I was undergoing some other treatment. I told them I was under homeopathic treatment for 1 year now. I was released on the 3rd day after surgery, and they advised me to have a chemotherapy. I refused and instead continued my homeopathic treatment after my operation. Dr. Kudiyat gave me homeopathic medicines to take and had check-ups every 2 weeks, then monthly afterwards. After 4 months, my medicines were reduced. This is now 5 years after being diagnosed as having cancers on my breast. Now I live a normal life, like nothing had happened to me. I have resumed all my previous activities, but I abstain from eating some prohibited foods as recommended by Dr. Kudiyat. I still see him for checkup and get my medicines for maintenance of my health. Even my September 2001 examination do not show any sign of cancer in my body. I thank God and Dr. Kudiyat for giving me a lease of life and allowing me to serve and love God more than ever. Thank you.